ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ വപൂർലതാ പരഗോവിന്ദ നവർലോകേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. തൃഗർത്ത രാജാവിൻ്റെ സൈന്യവും വിരാട രാജ്യത്തെ സൈന്യവും കൂടി അതിഭയങ്കരമായ യുദ്ധം നടക്കുകയുണ്ടായില്ലോ. അതിൽ വല്ലഭൻ്റെ അട്ടഹാസം കേട്ട് പല പടയാളികളും പല വഴിക്ക് ഓടിപ്പോവുകയുണ്ടായി. അതിൽ കുറച്ച് പേര് വഴി തെറ്റി കൗരവ സൈന്യം വരുന്ന വഴിയിൽ എത്തിപ്പെട്ടു. അവർ പറഞ്ഞു, അവിടെ വലിയ യുദ്ധം നടക്കണു. തൃഗർത്ത രാജാവ് വിരാട രാജാവിനെ പിടിച്ചു കെട്ടി. എന്നാൽ വല്ലവൻ എന്ന് പറഞ്ഞിട്ടൊരു മല്ലൻ തൃഗർത്ത രാജാവിൻ്റെ തേരും കുതിരയും ഒക്കെ അടിച്ചു പൊട്ടിച്ച് അട്ടഹസിച്ച് അവിടെ നിൽക്കണു. അയാൾ തൃഗർത്ത രാജാവിനെ തിരിച്ചു പിടിച്ചു കെട്ടി. ഇപ്പോൾ വിരാട രാജാവ് മോചിതനും അയക്കണു. പൊരിഞ്ഞ യുദ്ധമാണ് നടക്കണേന്ന് പറയണ്ടായി. ഇത് കേട്ടപ്പോൾ കൗരവർ ഒരു തീരുമാനമെടുത്തു. നേരെ യുദ്ധഭൂമിയിലേക്ക് പോണ്ട, ഈ ഗോക്കളൊക്കെ തിരിച്ച് ഗോശാലയിൽ എത്തിയിരിക്കണത്രേ, എന്നാൽ അതിനെ ഇങ്ങോട്ട് മോഷ്ടിച്ചു കൊണ്ടുവരാ എന്ന് തീരുമാനിച്ച് അവർ ഗോശാലയിൽ കയറി ഗോക്കളെ അഴിച്ചുവിട്ട് ആട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. ഇത് കണ്ട ഗോശാല പ്രമാണിമാർ നേരെ വിരാട രാജ്യത്തെ രാജധാനിയിലേക്ക് ഓടിയെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ആരുമില്ല, എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. എന്താ ചെയ്യുക? അപ്പോഴാണ് കേൾക്കണത് രാജകുമാരൻ അന്തപുരത്തിൻ്റെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. നേരെ ഗോശാല പ്രമാണി അവിടെ പോയി രാജകുമാരനെ മുഖം കാണിച്ചു. അപ്പോൾ അവിടെ വിരാട രാജാവിൻ്റെ പുത്രൻ യുവരാജാവ് ഉത്തരൻ അന്തപുരത്തിലിരുന്ന് അവിടുത്തെ സ്ത്രീകളൊക്കെ ആയിട്ട് വീരവാദം മുഴക്കാണ്. തൻ്റെ പൗരുഷത്തെ പറ്റി ഒക്കെ അങ്ങനെ തന്നെത്താൻ പുകഴ്ത്തി ഇങ്ങനെ പറയണേ. ഇത് കേട്ട് ശരി ശരി എന്ന് പറഞ്ഞ് തലയാട്ടി കുറേ പെണ്ണുങ്ങളും അവിടെയുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഗോശാല പ്രമാണി അവിടെ എത്തി വിവരം ധരിപ്പിക്കുന്നത്. ഉടനെ തന്നെ ഉത്തരൻ അയാളോട് പറഞ്ഞു, ശരി ശരി, ഞാനിപ്പോൾ വരുന്നുണ്ട്. എൻ്റെ പേര് കേട്ടാൽ തന്നെ അവർ ഓടിക്കോളും. ഭീഷ്മർക്കും ദ്രോണർക്കൊക്കെ എന്നെ അത്രയ്ക്ക് പേടിയാ. ഞാൻ വന്ന് പശുക്കളെയൊക്കെ വീണ്ടെടുത്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രമാണിയെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദുര്യോധനും ദുശാസനും കർണനും ഒന്നും നിക്കക്കള്ളിയിലാണ്ട് ഓടിക്കളയും. പക്ഷെ എന്താ ചെയ്യുക? യുദ്ധത്തിന് പോവാൻ തേര് നടത്താൻ ഒരു സാരഥി ഇല്ലാണ്ട് പോയി. അല്ലെങ്കിൽ ഞാൻ കൗരവ പടയെ തകർത്ത് തരിപ്പണാക്കിയാന്. എല്ലാവരും യുദ്ധത്തിന് പോയിക്കുക, ഒരു തേരാളിയെ കിട്ടാപ്പം എന്താ വഴി എന്നാണ്. അപ്പോൾ അത് കേട്ട് നിന്ന സൈരന്ധ്രി പറഞ്ഞു, ബൃഹന്തള എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കന്യകമാരെയൊക്കെ നൃത്തം പഠിപ്പിക്കുന്ന ഒരാളുണ്ട്. അങ്ങേർക്ക് യുദ്ധത്തിൽ തേര് നടത്താൻ അറിയാം. എന്താണെന്ന് വെച്ചാൽ അയാൾ പണ്ട് കാലത്ത് അർജുനൻ്റെ തേര് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയാൻ കേട്ടത്. അയാളെ ഇങ്ങോട്ട് വിളിച്ചാലോ? അയാളൊന്നും ശരിയാവില്ല. ഓരോ ക്ലീബന്മാരൊക്കെ യുദ്ധത്തിന് തേര് തെളിയിച്ചാൽ നമ്മുടെ യശസ് എവിടെ എത്തും? അല്ല, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ തെറ്റില്ല. പിന്നെ അങ്ങ് വലിയ ആയുധാഭ്യാസി യോദ്ധാവൊക്കെ ആണെന്നാണല്ലോ പറയണത്. വല്ലവന് പുല്ലും ആയുധം എന്നല്ലേ കേട്ടേക്കണേ. അതുകൊണ്ട് ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നായി. അവിടെ കൂടി നിന്ന തരുണികളും ശരിയാണ് എന്ന് തലയാട്ടി. എന്നാൽ ശരി, അയക്കളയാം, അയാളെ വിളിക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ബൃഹന്തള വന്നു. ബൃഹന്തളെ, നമുക്ക് ആ കൗരവന്മാർ നമ്മുടെ പശുക്കളെയൊക്കെ കൊണ്ടുപോയിക്കണു. അതിനെയൊക്കെ നമുക്ക് യുദ്ധം ചെയ്ത് തിരിച്ചു പിടിച്ചു കൊണ്ടുവരണം. തന്നെ കൊണ്ട് തേര് തെളിയിക്കാനാവുമോ? അപ്പോൾ ബൃഹന്തള പറഞ്ഞു, അയ്യോ, എനിക്ക് അങ്ങനത്തെ പണിയൊന്നും അറിയില്ല.
ഞാൻ ദേ ഇവിടെ ഉപായത്തിൽ കുട്ടിയോളെ നൃത്തമൊക്കെ പഠിപ്പിച്ച് നടക്കുക. അപ്പോൾ സൈരന്ധ്രി പറഞ്ഞു, ഏയ് താൻ പണ്ട് അർജുനൻ്റെ തേര് തെളിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായില്ലോ. അത് അന്നല്ലേ? അപ്പം അത് മതി, എന്നാൽ താൻ പുറപ്പെടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഒരു തീരുമാനമായി. ശരി, അങ്ങനെ ആവാമെന്നും പറഞ്ഞിട്ട് ബൃഹന്തള ഉടനെ തേര് പൂട്ടാൻ പോയി. ഉത്തരൻ പോർച്ചട്ടയൊക്കെ അണിഞ്ഞ് തയ്യാറാകുന്ന നേരം കൊണ്ട് ബൃഹന്തള 7 വെള്ളക്കുതിരകൾ പൂട്ടിയൊരു തേര് തയ്യാറാക്കി അങ്ങോട്ട് നിർത്തി. ഉത്തരൻ രഥത്തിൽ കയറിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന തരുണികളെല്ലാവരും കൂടി ആരതിയൊക്കെ ഒഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യുദ്ധം ജയിച്ചു വരുമ്പോൾ അവരുടെ വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരൂ, നമുക്ക് ഇവിടുത്തെ പാവക്കുട്ടികൾക്കൊക്കെ ഉടുപ്പൊക്കെ തുന്നി രസിക്കാലോ. ഓ ശരി ശരി എന്നും പറഞ്ഞ് യുദ്ധത്തിന് പുറപ്പെട്ടു. ആ രഥം എങ്ങനെയാണ് പോണേന്ന് വെച്ചാലേ, പ്രളയകാലത്തെ മേഘസംഘട്ടനം പോലെ ചീട്ടി വെട്ടമാതിരിയാണ് പറക്കാണ് തേര്. ആ രഥത്തിൽ ഇരുന്നപ്പോൾ തന്നെ രാജകുമാരൻ അർദ്ധപ്രാണനായി. അപ്പം തന്നെ അവൻ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ രഥം മുന്നോട്ട് തന്നെ പോവുകയാണ്. അപ്പോഴാണ് കൗരവ സൈന്യം ഇത് കണ്ടപ്പോൾ തിരിഞ്ഞു നിന്നു യുദ്ധത്തിന്. ഭീഷ്മരുടെയും ദ്രോണരുടെയൊക്കെ അട്ടഹാസം കേട്ടപ്പോൾ രാജകുമാരൻ പകുതി പ്രാണനായി കഴിഞ്ഞു. അങ്ങേര് രഥത്തുനിന്ന് ചാടിയിറങ്ങി ഓടാൻ. ബൃഹന്തള അയാളെ പിടിച്ച് തിരിച്ച് തേരിൽ കയറ്റിയിരുത്തി. എന്നിട്ട് പറഞ്ഞു, യുദ്ധമുഖത്തുനിന്ന് ഓടിപ്പോകുന്നത് ക്ഷത്രിയന് നല്ലതല്ല. യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നതാണ് ക്ഷത്രിയൻ്റെ ധർമ്മം. അതങ്ങ് പരിപാലിക്കണം. എന്നെ വിട്ടാൽ മതി, ഞാൻ തനിക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ തരാം, നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുക എന്ന് പറഞ്ഞു. എന്നാൽ ബൃഹന്തള അത് കൂട്ടാക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ പേടിച്ചോടിയ എങ്ങനെയാ? അങ്ങക്കിനി യുദ്ധം ചെയ്യാൻ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, അങ്ങ് തേര് തെളിക്കൂ, ഞാൻ യുദ്ധം ചെയ്യാമെന്ന്. ഓ, നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ? അതൊക്കെ പറ്റും, എന്നാലും പിന്തിരിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ല. ക്ഷത്രിയന്മാർ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല. ഒന്നുകിൽ യുദ്ധത്തിൽ ജയിക്കുക, അല്ലെങ്കിൽ വീരമൃത്യു സ്വർഗത്തിലേക്കാ. അല്ലാണ്ട് ഞാൻ പിന്തിരിയില്ല. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ തേര് തെളിക്കാം, താൻ യുദ്ധം ചെയ്യുകയെന്ന് രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തി. ഉടനെ തന്നെ ബൃഹന്തള തേര് കൊണ്ടുപോയി ഒരു ശീമവൃക്ഷത്തിൻ്റെ അടിയിൽ നിർത്തി. എന്നിട്ട് ഉത്തരനോട് പറഞ്ഞു, താൻ ആ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി അവിടെ ഒരു കെട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇറക്കുമെന്ന്. ഉത്തരൻ പിന്നെ പേടിച്ച് നിൽക്കല്ലേ, അതിൻ്റെ മുകളിൽ കയറി അത് ഇറക്കി ചോട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നിറച്ച ആയുധങ്ങൾ. അയ്യോ, ഇത് ആരുടെ ആയുധങ്ങളാന്ന് ചോദിച്ചു. അപ്പോൾ ബൃഹന്തള പറഞ്ഞു, ഇത് പാണ്ഡവന്മാർ പണ്ട് ഇവിടെ വെച്ചിട്ട് പോയിട്ടുള്ളതാണ്, എനിക്കറിയാം, അതുകൊണ്ടാണ് അത് എടുക്കാൻ പറഞ്ഞത്. ആ വില്ലും ഇങ്ങോട്ട് എടുത്തോളോ, ആവനാഴിയും അത്രേ വേണ്ടൂ നമുക്ക് എന്ന് പറഞ്ഞു. ഉത്തരൻ പതുക്കെ അതങ്ങോട്ട് പൊക്കാൻ നോക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു ഭാരം, സാധനം ഗാന്ധീവാണ്. അതൊക്കെ എടുത്താക്കിട്ട് കൊടുത്ത് രണ്ടുപേരും പോർച്ചട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സാരഥിക്ക് വേറെ പോർച്ചട്ടയാണ്. പോർച്ചട്ടൊക്കെ അങ്ങോട്ട് അണിഞ്ഞിട്ട് ആ രഥം അങ്ങോട്ട് മുമ്പിലേക്ക് നീങ്ങുക. 7 വെള്ളക്കുതിരകൾ. അർജുനൻ്റെ ഗാന്ധീവം കയ്യിൽ വന്നപ്പോൾ എന്താ ഉണ്ടായേ? കൊടിമരത്തുമ്മ ഹനുമാൻ കയറി അട്ടഹാസം മുഴക്കാൻ തുടങ്ങി. ഇത് കേട്ടോടുകൂടി കൗരവർക്ക് സന്തോഷമായി. കണ്ടുപിടിച്ചോ, ഇനിയൊരു 13 കൊല്ലം കൂടി കാനനവാസത്തിന് അവർ പോവാൻ തയ്യാറായിക്കോട്ടെ എന്ന് ദുര്യോധനൻ പറഞ്ഞു. കർണനും ശകുനിയും ചിരിച്ചുകൊണ്ട് തലയും കുലുക്കി. അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ദുര്യോധന, നിനക്ക് തെറ്റി. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവരുടെ അജ്ഞാതവാസം അവസാനിച്ചിരിക്കുന്നു. ഇന്ന് അവരുടെ അജ്ഞാതവാസമൊക്കെ കഴിഞ്ഞു, അവർക്കിനി പുറത്തേക്ക് വരാം. ആ നിൽക്കുന്നത് കണ്ടില്ലേ വില്ലാളി വീരനെ? ഇനി ഇവന് ജയിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആർക്ക് പറ്റുമോ എന്നും പറഞ്ഞ് ഭീഷ്മർ ദുര്യോധനൻ്റെയും കൂട്ടുകാരുടെയും സന്തോഷത്തെ കെടുത്തുകയും ചെയ്തു. ഭഗവാനെ, എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.